വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:22 ഈശോ പഠിപ്പിക്കുകയാണ്, കണ്ണാണ് ശരീരത്തിന് വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അതായത് നമ്മുടെ നോട്ടത്തെ വിശദീകരിക്കണമെന്ന് ഈശോ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. നാം എല്ലാവരും നന്മ ദർശിക്കുവാൻ പരിശീലിക്കുന്നവരായി മാറണം. അങ്ങനെ നാം എല്ലാവരുടെയും നന്മ ദർശിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ കണ്ണ് വിശുദ്ധമുള്ളതായി മാറിയാൽ, അതിനുള്ള കൃപ ദൈവം നമുക്ക് തന്നാൽ, നാം നല്ലത് സംസാരിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കാനുള്ള കൃപയും ദൈവം നമുക്ക് തരും. അങ്ങനെ എല്ലാറ്റിൻ്റെയും നല്ല ഭാഗം കാണുവാനും നന്മയ്ക്കും നല്ലതിനു വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും നാം തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ വിശുദ്ധമുള്ളതായി മാറും, പ്രകാശം നിറഞ്ഞതായി മാറും. അതായത് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ശരീരങ്ങളായി, ജീവിതങ്ങളായി നമ്മുടെ ശരീരവും ജീവിതവും മാറും. വചനം 23 ഈശോ പഠിപ്പിക്കുകയാണ്, നമ്മുടെ കണ്ണ് ദുഷ്ടമാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. അതായത് നാം എല്ലാറ്റിൻ്റെയും തിന്മയാണ് ദർശിക്കുന്നതെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തികളും ചിന്തകളും ജീവിതവും എല്ലാം തിന്മ നിറഞ്ഞതായി മാറിയേക്കാം. നമ്മുടെ ശരീരവും ജീവിതവും തിന്മ നിമിത്തം അന്ധകാരം നിറഞ്ഞതായി മാറിയേക്കാം. എന്നിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്, നമ്മിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കുമെന്ന്. അതായത് നന്മയും പ്രകാശവും ദർശിക്കേണ്ട നമ്മുടെ കണ്ണുകളും ശരീരവും ജീവിതവും എല്ലാം തിന്മ ദർശിച്ച് തിന്മ പ്രവർത്തിക്കുന്നതായി മാറി അന്ധകാരത്തിൻ്റെ മാർഗത്തിലൂടെ ചിരിച്ച് തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും മക്കളായി മാറിയാൽ ശരിക്കുള്ള അന്ധകാരം, തിന്മയുടെ ലോകം, അത് വളരെ വലുതായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. അത് വളരെ ഭീതിയും വേദനയും നിറഞ്ഞതായിരിക്കുമെന്ന് ഈ വചനത്തിലൂടെ ഈശോ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എല്ലാറ്റിനെയും നന്മ ദർശിച്ച് നന്മയ്ക്കും നല്ലതിനും വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ശരീരവും ജീവിതവും പ്രകാശിക്കുന്നതായി നന്മ നിറഞ്ഞതായി മാറി പ്രകാശത്തിൻ്റെ മക്കളെ മാറാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ചാനൽ നല്ലതെന്ന് തോന്നുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.